UDF മന്ത്രിസഭയിൽ നിന്ന് തഴയപ്പെട്ടതിൽ മാണി സി കാപ്പന് അതൃപ്തി. തനിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നിൽ ഒരു UDF നേതാവെന്ന് മാണി സി കാപ്പൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഘടകകക്ഷി നേതാവ് പറഞ്ഞ പരാമർശം തിരിച്ചടിയായി. മന്ത്രി അനൂപ് ജേക്കബുമായി ടേം വ്യവസ്ഥയിൽ ധാരണയായി എന്നും അതുവരെ മറ്റൊരു പദവി മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് അവിടെ പ്രചാരണ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഇവിടുന്ന് ജയിപ്പിച്ച് വിടും പോലെയല്ല കാപ്പൻ മടങ്ങി വരിക എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങ് മന്ത്രിസഭയിൽ സ്വാഭാവികമായും ആദ്യ ടീമിൽ വന്നില്ല. അതിലൊരു പ്രയാസം ഉണ്ടോ? സ്വാഭാവികമായൊരു പ്രയാസം ഉണ്ടല്ലോ. പക്ഷെ അത് വിഷമമില്ലാതെ മാറി. ടേം അടിസ്ഥാനത്തിന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഈ ഘടകകക്ഷിയിൽ തന്നെ പെട്ട ഒരു കക്ഷിയുടെ നേതാവ് അടിച്ചൊരു ഡയലോഗിൽ നിന്നാണ് ഇത് വന്നത്. അതായത് 5 വർഷം തന്നെ ആണ് അതുമായി അങ്ങനെ ഒരു ചർച്ച ഉണ്ടായില്ല. 5 വർഷം തന്നെ എന്നുള്ള കാര്യം തീരുമാനമായിരുന്നു. എല്ലാം കഴിഞ്ഞിരുന്നതാണ്. അപ്പോഴാണ് ആ കക്ഷിക്ക് ഒരു മന്ത്രിസ്ഥാനമേ കിട്ടുന്നുള്ളൂ, ഈ ഒറ്റയ്ക്കുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിടത്തു നിന്നാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ കോൺഗ്രസിനൊരവസരമായി അവർക്ക് ഒരെണ്ണോട് കിട്ടി. ടേം വ്യവസ്ഥ അംഗീകരിച്ചതാണോ? അതായത് അനൂപുമായിട്ടാണ്. അപ്പം അങ്ങനെയെങ്കിൽ അത് ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടതാണോ? ധാരണയായതാണോ? ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടതാണ്. എന്നോട് വിളിച്ച് ആദ്യം സംസാരിച്ചു. അപ്പോൾ ഞാനത് ആദ്യം അംഗീകരിച്ചില്ലായിരുന്നു. രണ്ടാമത് വീണ്ടും ഗവർണറുടെ അടുത്തേക്ക് പേരുകൾ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് അനൂപും ഞാനും കൂടെ മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹമായിട്ട് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ സെറ്റിൽ ചെയ്തു. ആദ്യത്തെ ടൈം അനൂപും രണ്ടാമത്തെ ടൈം പുറത്തും. അപ്പോൾ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, അതുവരെ മാന്യമായ ഒരു പോസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തന്നിരിക്കും. അങ്ങനെ ഒരു ധാരണയും കൂടി അക്കാര്യത്തിൽ മുന്നോട്ട് ഞാൻ വെച്ചല്ല, ഇങ്ങോട്ട് പറഞ്ഞു. ഹിപ്പോത്തറ്റിക്കലാണ്. എന്നാൽ ഈ ടേം വ്യവസ്ഥയുടെ കാര്യം ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ചില ഉറപ്പുകൾ പാലിക്കപ്പെടാതെ പോകുന്ന പ്രയാസമൊക്കെ പല സ്ഥലത്തും മുൻ അനുഭവങ്ങളുണ്ട്. നല്ല സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് കേരളത്തിലെ കാര്യമല്ല, പലപ്പോഴും പലയിടത്തും ഇങ്ങനെ. നിങ്ങൾ പറയാൻ പോകുന്ന കർണാടകത്തിലെ കാര്യമാണ്. കർണാടകത്തിലെ കാര്യം കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയാണ് മാറേണ്ടത്, പകരം വേറെ ആൾ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ഇവിടെ മുഖ്യമന്ത്രി എനിക്ക് ഇത് ഘടകകക്ഷിയാണ്. ഘടകകക്ഷിയുടെ മന്ത്രി എപ്പോഴാണെങ്കിലും മുഖ്യമന്ത്രിക്ക് പുറത്താക്കാം. അങ്ങനെ ഒരു ആശങ്ക എന്തായാലും അങ്ങേക്കില്ല? എനിക്കില്ല. പക്ഷേ അത് കമ്മിറ്റ്മെൻ്റായിട്ട് തന്നെ നോക്കുള്ളൂ. ടീമിൻ്റെ കാര്യത്തിൽ അനൂപും അത് അംഗീകരിച്ചാണ്. അതായത് 2ാം ടൈമിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ആശങ്കയൊന്നുമില്ല. സ്വാഭാവികമായ പ്രയാസമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുമാണ്. വിഷമമുണ്ട്, എന്നാൽ പിണങ്ങാനില്ല എന്നുള്ളതാണ്. അതിലൊരു ഘടകകക്ഷിയിൽപ്പെട്ട ഒരു നേതാവിൻ്റെ തന്നെ പരാമർശം തന്നെ വേദനിപ്പിച്ചു. അതാണ് ആദ്യ ടൈമിലെ ഒരു സാധ്യത നഷ്ടപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ മാണി സി കാപ്പൻ സജോ ദേവസിയോട് പറഞ്ഞിരിക്കുന്നത്.